ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും കയറി ചെല്ലാവുന്ന ഒരു വീട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പരിഹാരം ലഭിക്കും. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ആളുകൾ നിത്യേന വരുന്ന ഒരു വീട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെ ഒരു വീടെന്ന്. അതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണക്കാട് തറവാട്. കേരളത്തിലെ മാധ്യമങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ കയറി ചെല്ലാവുന്ന, കടക്കുപുറത്ത് എന്ന് പറയില്ല എന്ന് ഉറപ്പുള്ള ഒരു വീടാണ് മലപ്പുറം ജില്ലയിലെ പാണക്കാട് തറവാട്. കേരളത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇന്നേ വരെ കിട്ടാത്ത സ്നേഹവും പരിഗണനയുമാണ് പാണക്കാട് തറവാട്ടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കയറി ചെല്ലുന്നത് പാണക്കാട് തറവാട്ടിലെ അതിഥികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു അടുക്കളയിലേക്കാണ്. ഇവിടെ ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും ഭക്ഷണവും പലഹാരങ്ങളും ചായയും ലഭ്യമാണ് കേട്ടോ. പാണക്കാട് തറവാട്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ആ വീട്ടുമുറ്റത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് അതിഥികളായി വരുന്നവർക്ക് വേണ്ടി ഇത്രയും സൗകര്യമുള്ള അല്ലെങ്കിൽ സ്നേഹവും പരിഗണനയും ലഭിക്കുന്ന മറ്റൊരു വീട് നമ്മുടെ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പാണക്കാട് തറവാടാണ്. ഇനി പാണക്കാട് എന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. കേരളത്തിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഒരു പട്ടണമാണ് പാണക്കാട്. പാണക്കാട് എന്നോ മലപ്പുറം ജില്ല എന്നോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പാണക്കാട് തങ്ങളെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ തറവാട്ടിലേക്ക് ചെന്നപ്പോ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഈ മുറ്റത്ത് കിടക്കുന്ന വണ്ടികളൊക്കെ മാധ്യമങ്ങളുടെയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ വീട്ടിലെ അതിഥികളും. ഇവിടെ ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒരു വ്യത്യാസമില്ല. ഇവിടെ വരുന്ന എല്ലാവരും ഒരുപോലെ. ആ കാര്യം പറയുമ്പോൾ നമ്മുടെ പാണക്കാട് തറവാട് മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ല തന്നെ അങ്ങനെയല്ലേ. പിന്നെ ഈ തറവാട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം